ഇസ്രായേൽ ഗാസ വെടിനിർത്തൽ കരാർ നടപ്പാകില്ലേ? ലോകം ഉറ്റുനോക്കുകയാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം. 3 ഘട്ടങ്ങളിലായി നടപ്പാക്കേണ്ട വെടിനിർത്തൽ ധാരണ പ്രകാരം ഞായറാഴ്ചയാണ് ആദ്യപടിയായി ബന്ദികളെ വിടുവിക്കേണ്ടത്. എന്നാൽ സമയബന്ധിതമായി കരാർ നടപ്പിലാവുമോ എന്നതാണ് നിലവിലെ ആശങ്ക. കാരണം സമാധാന കരാറിലുള്ള നെതന്യാഹു മന്ത്രിസഭയിലെ വോട്ടെടുപ്പ് അനിശ്ചിതമായി നീളുകയാണ്. വിട്ടയക്കേണ്ട ഇസ്രായേൽ ബന്ദികളുടെ പട്ടിക ഹമാസ് തയ്യാറാക്കിയെന്ന റിപ്പോർട്ടുകൾ വരുമ്പോഴും ഇസ്രായേലിന്റെ അമാന്തമാണ് കരാറിന് വെല്ലുവിളിയാകുന്നത്. ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഇത്രയും താമസമുണ്ടാകുന്നത് എന്തുകൊണ്ടായിരിക്കും? അമേരിക്കയും ഖത്തറും വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായെന്ന പ്രഖ്യാപനവുമായി രംഗത്തെത്തിയെങ്കിലും ബെഞ്ചമിൻ നെതന്യാഹു മൗനം തുടരുകയാണ്. അവസാന കടമ്പയും കടന്ന് കരാർ സാധ്യമാകാതെ അഭിപ്രായ പ്രകടനം വേണ്ടെന്ന നിലപാടിലാണ് ഇസ്രായേൽ. ഹമാസുമായുള്ള ചില അവസാന നിമിഷ പ്രശ്നങ്ങളാണ് വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകുന്നത് വൈകാൻ കാരണമെന്നാണ് നെതന്യാഹു കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഹമാസ് പൂർണ്ണമായി പിന്മാറാതെ സമാധാന കരാറിന് ക്യാബിനറ്റിന്റെ അംഗീകാരം ലഭിക്കില്ലെന്നാണ് നെതന്യാഹുവിന്റെ ഓഫീസ് വ്യക്തമാക്കുന്നത്. കരാറിന്റെ പല ഭാഗങ്ങളെയും ഹമാസ് മാനിക്കുന്നില്ലെന്നും ഇസ്രായേൽ ആരോപിക്കുന്നു. ഹമാസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ സാമി അബു സുഹ്രി ഇസ്രായേലിന്റെ ആരോപണങ്ങളെ തള്ളി രംഗത്തുവന്നു. മധ്യസ്ഥ രാഷ്ട്രങ്ങൾ അറിയിച്ച സമാധാന കരാറിനോട് ബഹുമാനവും വിധേയത്വവും ഹമാസിനുണ്ടെന്ന് സുഹ്രി പറഞ്ഞു. ഇസ്രായേലി സുരക്ഷാ ക്യാബിനറ്റിന്റെ വോട്ടെടുപ്പ് നടന്നാലും മുഴുവൻ മന്ത്രിസഭയും വരും ദിവസങ്ങളിൽ ചേരാൻ സാധ്യതയില്ല. എന്തുകൊണ്ടാണ് മുഴുവൻ മന്ത്രിസഭയുടെയും യോഗം വൈകുന്നത് എന്ന ചോദ്യത്തിന് ഇസ്രായേൽ മറുപടി നൽകുന്നില്ല. ശനിയാഴ്ച മുഴുവൻ ക്യാബിനറ്റ് വിളിച്ചു ചേർത്താൽ പോലും ഞായറാഴ്ച കരാറിന്റെ ആദ്യഘട്ടം നടപ്പിലാക്കാൻ കഴിയില്ലെന്നാണ് വിലയിരുത്തൽ. പലസ്തീൻ തടവുകാരുടെ പട്ടിക പുറത്തുവിടുമ്പോൾ എതിർപ്പുണ്ടെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ 48 മണിക്കൂർ സാവകാശം നൽകണമെന്നതാണ് ഇസ്രായേലിലെ നിയമം. സുരക്ഷാ ക്യാബിനറ്റിന് ശേഷം പട്ടിക പുറത്തുവിട്ടാലും ഞായറാഴ്ച വരെ അപ്പീൽ നൽകാനുള്ള സമയമാണ്. അതിനുശേഷം മാത്രമേ കൈമാറ്റം സാധ്യമാകൂ എന്നും ചുരുക്കം. അങ്ങനെയാകുമ്പോൾ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരാൻ തിങ്കളാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരും. നിയമവിദഗ്ധരുടെ അഭിപ്രായമനുസരിച്ച് അപ്പീൽ നൽകാനുള്ള 48 മണിക്കൂർ ദൈർഘ്യം കുറയ്ക്കാൻ ജുഡീഷ്യറിക്ക് കഴിയും. പക്ഷേ അതിനായുള്ള ശ്രമം മന്ത്രിസഭ കൈക്കൊള്ളണമെന്ന് മാത്രം. നെതന്യാഹു സർക്കാരിനുള്ളിൽ തന്നെ സമാധാന കരാറിനെ ചൊല്ലി ഭിന്നാഭിപ്രായമാണ്. ഹമാസുമായുള്ള കരാർ നടപ്പിലാക്കിയാൽ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റ്മർ ബോൻ ഗ്വീർ. ഹമാസിന് മുന്നിൽ കീഴടങ്ങുന്നതിന് തുല്യമാണ് കരാർ നടപ്പാക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ധനമന്ത്രി സ്മോട്രിച്ചിന്റെയും പിന്തുണ ബോൻ ഗ്വീർ നേടിയിട്ടുണ്ട്. തീവ്ര വലതുപക്ഷക്കാരനായ സ്മോട്രിച്ചും കരാറിനെ എതിർക്കുന്നു. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സ്വന്തം പാർട്ടിയിൽ നിന്നും എതിർപ്പുയരുന്നുണ്ട്. പ്രവാസി കാര്യമന്ത്രിയും ലിക്വിഡ് പാർട്ടി നേതാവുമായ അമിച്ചായി ചിക്ലി ഇതിനോടകം രാജ്യഭീഷണി മുഴക്കിക്കഴിഞ്ഞു. അതേസമയം പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ് നെതന്യാഹുവിന് പൂർണ്ണ പിന്തുണ നൽകുന്നു. വെടിനിർത്തലും ബന്ദികളുടെ മോചനത്തിനുമാണ് മുൻഗണന നൽകേണ്ടതെന്ന് ലാപിഡ് പറഞ്ഞു. അതേസമയം അമേരിക്കയുടെ സമ്മർദ്ദവും ഇസ്രായേലിനുമേലുണ്ട്. 20-ാം തീയതി അധികാരത്തിലെത്തും മുമ്പ് കരാർ നടപ്പിലാവണമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ നിർബന്ധം. പലവിധ പ്രതിസന്ധികൾ നെതന്യാഹു നേരിടുന്നതിനാൽ എല്ലാം കാത്തിരുന്ന് കാണാമെന്ന് മാത്രമേ നിലവിൽ പറയാനാകൂ.